യെസ് ഫോർ സഫാരിയുടെ പുതിയൊരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് വളഞ്ഞാങ്കാനം വാട്ടർഫോൾസിലാണ്. വേനൽക്കാലമൊക്കെ കഴിഞ്ഞ് നല്ല മഴയൊക്കെ ലഭിച്ച് നല്ല അടിപൊളി കോടയും മഞ്ഞും ഒക്കെ ആയിട്ട് നല്ല മനോഹരമായിട്ട് ഹൈറേഞ്ച് ഇപ്പോൾ ഒരുങ്ങി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ശരിക്കും വേനൽക്കാലത്താണോ മഴക്കാലത്താണോ ഹൈറേഞ്ച് കാണാൻ ഭംഗി എന്ന് ചോദിച്ചാൽ മഴക്കാലത്ത് തന്നെയാണ് ശരിക്കും ഹൈറേഞ്ച് കാണേണ്ടത്. മൺസൂണാണ് ഹൈറേഞ്ചിൽ ആസ്വദിക്കേണ്ടതും. അങ്ങനെ നമ്മുടെ വളഞ്ഞാങ്കാനം വാട്ടർഫോൾസിലും നല്ല തിരക്കായി, നല്ല വെള്ളമൊക്കെയായി. ഒരുപാട് ടൂറിസ്റ്റുകൾ കാഴ്ചകൾ കാണുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനുമൊക്കെ ആയി ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട്. അപ്പം നല്ല തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. എന്നാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് ഇതിന് തൊട്ട് മുകളിൽ ഒരു ചേട്ടനും ചേച്ചിയും നടത്തുന്ന ഒരു ചായക്കടയുണ്ട്. അവിടുത്തെ വിശേഷങ്ങളും കൂടി നമുക്ക് പോയി കാണാം. അങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വലത് സൈഡിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ പറഞ്ഞ ചായക്കട. മൗണ്ട് മിസ്റ്റ് എന്നാണ് ഈ ചേട്ടനും ചേച്ചിയും നടത്തുന്ന കടയുടെ പേര്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കയറുകൊണ്ടുള്ള അല്ലെങ്കിൽ ചകിരി കൊണ്ടൊക്കെയുള്ള കിളിക്കൂടുകളും പിന്നെ ചിരട്ടയിൽ നിർമ്മിച്ചെടുത്ത കുറച്ച് പുട്ടുകുറ്റി അങ്ങനെയുള്ള കുറേ ഉപകരണങ്ങളൊക്കെ ഇവിടെ വിൽക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ കയറി ചെന്നപ്പോൾ തന്നെ നല്ല ചൂട് പപ്പടബോളി ഇവിടെ ഉണ്ടാക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. മാത്രമല്ല ഇവിടെ കൂടുതലായിട്ട് സാധനങ്ങൾ അങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന കടയല്ലിത്. കാരണം നല്ല തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് കൂടുതലായിട്ട് ഉണ്ടാക്കി വെച്ചാൽ എല്ലാം തണുത്ത് പോകുന്നുണ്ടാകുന്ന തോന്നുന്നവർ നമ്മൾ ചെല്ലുമ്പോഴെല്ലാം ഫ്രഷായിട്ട് തന്നെ ഉണ്ടാക്കി തരികയാണ്. പിന്നെ അകത്ത് ഇരിക്കാനുള്ള ഇടയുണ്ട്. പിന്നെ നമ്മുടെ ഈ കടയുടെ പുറകിലായിട്ടൊരു ബാൽക്കണിയുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും ഒരു കട്ടനൊക്കെ മേടിച്ച് ഇതിന് പുറകിൽ പോയി നല്ല ചൂട് ചെറുകടിയൊക്കെ ആയിട്ടിരുന്ന് നല്ല കോടമഞ്ഞൊക്കെ വരുന്ന കാഴ്ചയൊക്കെ കണ്ട് നല്ല ആസ്വദിച്ചിരുന്ന് കാപ്പി കുടിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ എന്നാലും നമ്മൾ ചൂട് പപ്പടപ്പോളിയും കടുങ്കാപ്പിയും ഒക്കെ ആയിട്ട് കോടമഞ്ഞൊക്കെ ഇറങ്ങി വരുന്ന കാഴ്ചയൊക്കെ കണ്ട് ഇതിന് പുറകിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ യെസ് ഫോർ സഫാരി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. വീണ്ടും നല്ല നല്ല യാത്രകളുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും.